പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 15-ാം വാക്യം. ഐസയ ചാപ്റ്റർ 45 വേഴ്സ് 15 നാം ഇപ്രകാരം വായിക്കുന്നു: ഇസ്രയേലിന്റെ ദൈവവും രക്ഷിതാവും ആയുള്ളോവേ, നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. ഇസ്രയേൽ ജനം വളരെ വ്യക്തമായ ഒരു തിരിച്ചറിവിലേക്ക് വരികയാണ്. പല വിധത്തിലുള്ള അനുഭവങ്ങൾ കൂടെ കടന്നുപോയി. അവരെ ദൈവം കടത്തിവിട്ടു. പലവിധ ബന്ധന പോരാട്ടങ്ങളിൽ കൂടെ ദൈവം അവരെ കടത്തിവിട്ടു. അവർ പുതിയ പുതിയ വഴികൾ പഠിക്കുവാൻ, ദൈവിക പദ്ധതികൾ മനസ്സിലാക്കുവാൻ, അങ്ങനെ അവരുടെ ജീവിതയാത്രയിൽ അനേക കാര്യങ്ങൾ ധാരണം ചെയ്യേണ്ടതായി വന്നു. അതിൻ്റെ ഒക്കെ അവസാനത്തിങ്കൽ അവർ പറയുകയാണ്, അവിടുന്ന് ഇസ്രയേലിന്റെ രക്ഷകനാണ്, പരിപാലകനാണ്, മാത്രമല്ല അവിടുന്ന് മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. കാരണം അവരുടെ ജീവിതത്തിന്റെ കടന്നു വന്ന വഴിത്താര നോക്കിയാൽ അവരുടെ കഴിവോ അവരുടെ ശക്തിയോ അവരുടെ ബുദ്ധികൂർമ്മത കൊണ്ടോ ഒന്നുമല്ല അവർ ജയിച്ചത്. അനേക ഇടങ്ങളിൽ തകർന്ന് തരിപ്പണമായി, അനേക ഇടങ്ങളിൽ അവർ ഇല്ലായ്മയായി ചിതറപ്പെട്ടു. പക്ഷേ അവിടെ നിന്നൊക്കെ ഒരു വിടുതലും അനുഗ്രഹവുമായി മുന്നേറി വന്നത് അവർ തിരിച്ചറിയുകയാണ്. മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരുതൽ, മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സംരക്ഷണം, അത് അവർക്ക് ബോധ്യമായി തന്നെ പറയുകയാണ്, നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. അവരത് ആണയിട്ട് സമ്മതിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പലപ്പോഴും നാം കരുതുന്നുണ്ട് നമ്മുടേതായിട്ടുള്ള അധ്വാനം, കഴിവ്, പ്രാപ്തി, നമ്മുടെ പിടിപാടുകൾ ഇവയൊക്കെയാണ് നമ്മെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. നല്ല കമ്പനിയിൽ ജോലി ലഭിക്കുന്നു, നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നു, കുഞ്ഞുങ്ങൾക്ക് നല്ല കുടുംബജീവിതം, മറ്റ് ആരോഗ്യ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നു. ഇവയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നീക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഒരു 95% ആളുകളും ധരിച്ചിരിക്കുന്നത്. അത് വിശ്വാസിയോ അവിശ്വാസിയോ ആരുമായിക്കൊള്ളട്ടെ. എന്നാൽ ഒരു കാര്യം ഇസ്രയേൽ ജനം ഉറക്കെ പറയുന്നു, ഞങ്ങൾ ഈ നിലയിൽ എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെട്ട് സ്വസ്ഥമായിരിക്കുവാൻ കാര്യം ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം കാലാകാലങ്ങളിൽ ശത്രുവിന്റെ കയ്യിൽ നിന്ന്, ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, അനേക പ്രതികൂലങ്ങളിൽ നിന്ന് ഞങ്ങൾ അറിയാതെ ഞങ്ങളെ വിടുവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇത് തന്നെയല്ലേ നമ്മുടെയും സാക്ഷ്യം? ഏതെല്ലാം ജീവിത അനുഭവത്തിൽ കൂടെ നാം കടന്നു പോകുന്നു. വേദനകൾ, സങ്കടങ്ങൾ, നിരാശകൾ, ജീവിതത്തിന്റെ അനേക പ്രതിസന്ധികൾ, നിയമത്തിന്റെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങൾ, മാതാപിതാക്കൾ ഒറ്റയ്ക്കാകുന്ന വിഷയങ്ങൾ എന്നുവേണ്ട ദൈനംദിന ജീവിതത്തിന്റെ നിരവധി അനവധി അവസ്ഥകൾ കൂടെ കടന്നു പോകുമ്പോൾ അവയൊക്കെ അതിജീവിച്ച് ഈ നിലയിൽ എത്തിയത് മറ്റൊന്നുമല്ല, നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ യഥാസമയം പരിപാലിക്കുന്നു. അത് മറന്ന് ഒരിക്കലും ജീവിക്കുവാൻ പാടില്ല. ആകയാൽ ഇന്ന്
ഈ വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, മറഞ്ഞിരുന്ന് നമ്മെ സംരക്ഷിക്കുകയും നമ്മെ കാക്കുകയും നമ്മെ നിരീക്ഷിക്കുകയും നമ്മുടെ ഓരോ ചലനങ്ങളും 139 സങ്കീർത്തനം ആവർത്തിച്ചാവർത്തിച്ച വാക്യങ്ങൾ പറയുന്നത് പോലെ നമ്മുടെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ച് നമുക്ക് വേണ്ട നൽകി പോറ്റുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം ഇന്നും നമ്മെ ഓരോരുത്തരെയും പോറ്റുവാൻ മതിയായവനാ. എന്താണ് നിങ്ങളെ മഥിക്കുന്ന പ്രശ്നം? ഒരു സന്തോഷമായി ജീവിക്കുവാൻ പറ്റാതെ വണ്ണം നിങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രയാസം എന്താണ്? നിങ്ങൾക്ക് ചിരിക്കുവാൻ കഴിയാതെ, ഉറങ്ങുവാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കുവാൻ കഴിയാതെ, സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ശക്തി എന്താണ്? അവയിൽ നിന്നൊക്കെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ആകയാൽ ജീവജലത്തിന്റെ ശ്രോതാക്കളായ ദൈവജനമേ, സ്വർഗത്തിലെ ദൈവം ഈ ഇസ്രായേൽ ജനം സാക്ഷ്യപ്പെടുത്തിയതുപോലെ നമ്മെയും പരിപാലിക്കുന്നു, നമ്മെയും കാക്കുന്നു, നമ്മുടെ ഗമന ആഗമനങ്ങളെ പരിപാലിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്കും ഇസ്രായേൽ ജനത്തോട് ചേർന്ന് ഈ സാക്ഷ്യം ഏറ്റുപറയാം. അതെ, എന്റെ രക്ഷകനും എന്റെ പരിപാലകനും എന്റെ നടത്തിപ്പുകാരനുമായ ദൈവം എന്നെ സുരക്ഷിതമായി പരിപാലിക്കുന്നു. പലപ്പോഴും ഞാനത് അറിയുന്നില്ല, തിരിച്ചറിയുന്നില്ല. ഞാൻ അവിശ്വസ്തനായിരുന്നപ്പോൾ, ഞാൻ ആരാധിക്കാതെ ഇരുന്നപ്പോൾ, ഞാൻ ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കാതെ ഇരുന്നപ്പോൾ, എനിക്കെല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഞാൻ ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കാതിരുന്നപ്പോഴും എന്നെ പരിപാലിച്ച, എന്നെ കരുതിയ, എന്നെ നടത്തിയ ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. ആ ദൈവമാണ് എന്റെ പരിപാലകൻ. അതെ, ഇതാണ് നമ്മുടെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ തമ്പുരാൻ നടത്തട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗം മാനിക്കട്ടെ. ഈ ദിനം അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും സന്തോഷത്തിന്റെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപ അനുഭവിച്ച് ആ സ്വർഗീയ കരവലയത്തിനുള്ളിൽ സുരക്ഷിതരായി സ്തോത്രത്തോടെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, അനുഗ്രഹമേറിയ ഈ പുത്തൻ ദിനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓരോ ദിനവും ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കുന്ന, കരുതുന്ന അവിടുത്തെ വലിയ നടത്തിപ്പിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ അറിയുന്നില്ല അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നു, നടത്തുന്നു എന്നുള്ളത്. എന്നാൽ ഇസ്രായേൽ ജനം വളരെ സാക്ഷ്യത്തോടെ സ്തോത്രം ചെയ്ത് പറയുന്നു, മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം ഞങ്ങളുടെ രക്ഷകനാണ്. അത് തന്നെ ഇന്ന് ഞങ്ങൾക്കും പറയാൻ ഉള്ളു. കർത്താവേ, സ്തോത്രത്തോടും സാക്ഷ്യത്തോടും ഞങ്ങളും അടുത്തു വരുന്നു. ദൈവജനം കേൾക്കുന്നതിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമാക്കി തീർക്കണം. ഗമനാഗമനങ്ങൾ എല്ലാം സൂക്ഷിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ മറഞ്ഞിരുന്ന് എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന നമ്മുടെ രക്ഷകനായ ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം ഇന്ന് നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളിൽ സ്വർഗീയ കൂട്ടായ്മ തമ്പുരാൻ നൽകട്ടെ. ഗമനാപകരണങ്ങളെ സൂക്ഷിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷകളെ മാനിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമാക്കി തീർക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.